ഇത് കണ്ടോ, ഇത് നമ്മളൊരു പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കിയത് തന്നെ. പിയേഴ്സ് നല്ല മണവും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഇത്. ഇപ്പം ഞാൻ വീഡിയോസായിട്ട് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പറയത്തതേ ഉള്ളൂ. നമ്മൾ വീട്ടിലിപ്പോൾ മോഡൊന്ന് വാങ്ങിക്കാൻ നമുക്ക് കയ്യിലില്ല എങ്കിൽ നമ്മൾ ഈ ജാമൊക്കെ കൊണ്ടുവരുന്നതും നമ്മുടെ കുപ്പിയുടെ ചെറിയ കുപ്പി ഉണ്ടല്ലോ, കുപ്പിയുടെ ഇതുണ്ടേ, കുപ്പി കട്ട് ചെയ്ത് അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഒരു റൗണ്ട് രൂപത്തിലെടുത്തിട്ട് നമുക്ക് അതിനകത്ത് സോപ്പ് ഒഴിക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന സോപ്പുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിയേഴ്സും പിന്നെ സോപ്പ് ബേസും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ 216 രൂപയ്ക്ക് ഒരു 1/2 കിലോ കിട്ടും. നമുക്ക് ഒരു 7-8 മാസത്തേക്കുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിൽ നിന്ന് നമുക്ക് ഒരു പകുതി വേണ്ട, കുറച്ചൊരു 250-300 ഗ്രാം അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഒരു പിയേഴ്സ് അല്ലെങ്കിൽ 2 പിയേഴ്സ്, ചെറിയ 2 പിയേഴ്സും കൂടെ ചേർത്ത് വെള്ളം വെച്ച് അതിൻ്റെ മേലൊരു പാത്രം വെച്ച് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തിട്ട് മിക്സ് ഇളക്കുമ്പോൾ അതങ്ങ് നല്ല മെൽറ്റാകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു 2 കസ്തൂരി മഞ്ഞൾ ഇച്ചിരി കലക്കി വെച്ചേക്കണം. കസ്തൂരി മഞ്ഞൾ അങ്ങനെ കലക്കി വയ്ക്കുക. അപ്പോൾ ഈ മഞ്ഞ കളറും അത് ഇച്ചിരി നല്ലോണം കിട്ടുകയും ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഗ്ലിസറിൻ ഒഴിക്കണം. ആൽമണ്ട് ഓയിൽ 2 തുള്ളി, വെളിച്ചെണ്ണ ഒഴിക്കരുത്. പിന്നെ ഒരു സ്പൂൺ നമ്മുടെ നല്ല റോസ് വാട്ടർ, കൂടിയ റോസ് വാട്ടർ മേടിക്കണം. അത് ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് ഇതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ ഒന്ന് പുഷ് ചെയ്യണം. ഈ ബോട്ടിലിനകത്ത് തന്നെ ഒഴിക്കുന്ന ഏത് ബോട്ടിലിനകത്ത് അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം ഒരു മണം നല്ലൊരു ഗന്ധം കിട്ടും. എന്നിട്ട് ഇതങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി. നമ്മൾ രാത്രിയിലാണെങ്കിലും ഇതിനൊക്കെ ഒരു 10 മിനിറ്റിനകം സോപ്പ് റെഡി. പിറ്റേന്ന് നമുക്ക് കുളിക്കാൻ സോപ്പായി. പിന്നെ ഈ സോപ്പ് തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ഈ സോപ്പിനകത്ത് നമ്മളെ മുഖത്തുള്ള കറുപ്പ് പാടുകളെല്ലാം മാറാൻ വേണ്ടി നമുക്ക് ഈ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ മെൽറ്റാകുമ്പോൾ മാങ്ങാടിയിൽ മൺചട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പൊടി മൺചട്ടി. അതൊരു കറുത്ത കളറിൽ നമ്മൾക്ക് കുങ്കുമപ്പൂവിൻ്റെ കളർ, ഭയങ്കര രസം അത് കാണാൻ. അതിനെ ഒരു ദിവസം ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു, അതുകൊണ്ട് ഞാനിപ്പം കാണിക്കുന്നില്ല. ഇനി അടുത്ത സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് നല്ലോണം മിക്സ് ആയി വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കലക്കി, വല്ല പൊടി ഇടരുത്. പൊടി ഇട്ടാൽ കട്ട പിടിച്ച് കിടക്കാതിരിക്കും. ചെറുതായിട്ടൊന്ന് ഈ റോസ് വാട്ടറിനകത്തൊന്ന് കലക്കി അത് ഒഴിച്ചേർത്ത് ഒരു ആൽമണ്ട് ഓയിൽ, എല്ലാത്തിനും ഇച്ചിരി ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. മുഖത്തിന് വെളിച്ചെണ്ണയെക്കാട്ടി നല്ല ഗ്ലേസിങ് കിട്ടാനും നല്ലതാണ്. വേറെ ഒരു സാധനവും ഇതിനകത്ത് ചേർക്കണ്ട. നമ്മളെ വീട്ടിലുള്ള അത്രയും സാധനം ചേർത്താൽ മാത്രം മതി. ഇത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതേ കണക്ക് ഒഴിച്ച് വെച്ചിരുന്നത് ചെറിയ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ, ജാമിൻ്റെ, പിന്നെ കുപ്പിയുടെ ചെവിട് നല്ലോണം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സോപ്പുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇനി ആയുർവേദ സോപ്പുകൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.